ചിറയൻകീഴിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് 14-ാം പഞ്ചവത്സര പദ്ധതി 2022-27, 2023-24 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉദ്ഘാടനം ചെയ്തു. പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനകീയാസൂത്രണത്തിന്റെ 26 വർഷങ്ങൾ ആകുകയാണ്. 25 വർഷം പൂർത്തീകരിച്ച് 26-ാം വർഷം കടക്കുന്ന വേളയിലാണ് 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കവും രണ്ടാമത്തെ പദ്ധതി രേഖയുമൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നാം ജനകീയാസൂത്രണം എന്ന് പറയുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത്. അത് കഴിഞ്ഞാൽ 9-ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 13-ാം പഞ്ചവത്സര പദ്ധതി ആകുമ്പോൾ രണ്ടാം ജനകീയാസൂത്രണത്തിന്റെ തുടക്കം എന്ന് തന്നെ പറയാം. ഒട്ടേറെ കാലോചിതമായ മാറ്റങ്ങളും വിപ്ലവകരമായ മാറ്റങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് 13-ാം പഞ്ചവത്സര പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയിൽ വികേന്ദ്രീകരണ ആസൂത്രണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും അധികാരം താഴെത്തട്ടിൽ എന്ന ആപ്തവാക്യം നടപ്പിലാക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി അധ്യക്ഷത വഹിച്ചു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ, ചിറയൻകീഴ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്പിൻ മാർട്ടിൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സരിത, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൽ വാഹിദ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബിജു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേണുക മാധവൻ, ചിറയൻകീഴ് 1155 സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജി ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്.